അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ധാരാളം സ്കൂൾ പെൺകുട്ടികളെ നമ്മൾ കാണാറുണ്ട്. സ്കൂൾ പഠിക്കുന്ന കുട്ടികളും അല്ലാത്ത കുട്ടികളുമായ പെൺകുട്ടികൾ. അവർ മുസ്ലിമാണോ ഹിന്ദുവാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ല. ഏത് മതത്തിനും ആ മതത്തിൻ്റെതായ നിയമസംഹിതങ്ങളും ആശയ ആദർശങ്ങളുമുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ച് മുസ്ലിമായി ജീവിക്കുന്നവർക്ക് ഇസ്ലാമിൽ പരമപ്രധാന സ്ഥാനമുണ്ട്. അതേസമയം ഇസ്ലാമിൽ ജനിച്ച് മുസ്ലിമായി ജീവിക്കുന്ന പെൺകുട്ടികളോട്, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, സഹോദരിമാരോട് സ്നേഹത്തോടു കൂടി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഏതെല്ലാം മോഡലിസ്റ്റായാലും, ആർക്ക് വേണ്ടിയെല്ലാം നിങ്ങൾ ചമഞ്ഞൊരുങ്ങിയാലും, ഏതെല്ലാം രീതിയിൽ മേക്കപ്പ് നിങ്ങൾ നടത്തിയാലും, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ തലമുടി അന്യപുരുഷന് കാണുക എന്നുള്ളത് അതികഠിനമായ ഹറാമാണ്. മറ്റുള്ള അവയവങ്ങൾ കാണുന്ന അതേ ഹുക്മ് തന്നെയാണ് നിങ്ങളുടെ തലമുടി നിങ്ങൾ അന്യപുരുഷന്മാരുടെ മുൻപിൽ കാണിക്കുന്നതും. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? പരിശുദ്ധമായ ഇസ്ലാം നിങ്ങളെ ഒരു രത്നമാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഹദീസിൽ പറഞ്ഞത്, ഖുർആൻ പറഞ്ഞത്, സ്ത്രീകൾ എന്നുള്ളത് ഒരു അമൂല്യമായ നിധിയാണ്. അദ്ദുനിയ മത്താഉ വഖൈറു മത്താഇഹാ അൽ മർഅതു സ്വാലിഹ. ദുനിയാവ് മുഴുവനും ചിരക്കുകളാണ്, ദുനിയാവ് മുഴുവനും മുതലാണ്, ചരക്കാണ്. വഖൈറു മത്താഇഹാ, ആ ചരക്കുകളിൽ വെച്ച് ഏറ്റവും ഹൈറായിട്ടുള്ള ചരക്ക് അൽ മർഅതു സ്വാലിഹ, സ്വാലിഹാത്തായ പെണ്ണാകുന്നു എന്നാണ്. എപ്പോഴാണ് ഒരു പെണ്ണ് സ്വാലിഹാവുക? 5 വക്ത് നിസ്കരിച്ച് അദബിലും അച്ചടക്കത്തിലും വിനയത്തിലും തലമുടിയെല്ലാം മറച്ച് അവർത്തെല്ലാം മറച്ച് ലജ്ജയോടുകൂടി നാണത്തോടുകൂടി മാനാഭിമാന ബോധത്തോടുകൂടി ചാരിത്രം കാത്തുസൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിനേക്കാണ് സ്വാലിഹാത്തായ പെണ്ണ് എന്ന് പറയുക. ദുനിയാവിലെ ഏറ്റവും വലിയ ചരക്ക് സ്വാലിഹാത്തായ പെണ്ണാണ്. അതുകൊണ്ട് പെങ്ങളെ, ഇന്നു മുതൽ നിങ്ങൾ തലമുടി കാണിക്കരുത്, അവർക്ക് കാണിക്കരുത്. ലജ്ജയില്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് നിങ്ങൾ കുത്തഴിഞ്ഞ് സംസ്കാര ശൂന്യമായ പ്രവർത്തനങ്ങളിൽ ഇടപെടരുത്. അത് അള്ളാഹുവും റസൂലും പൊരുത്തപ്പെടാത്ത കർമ്മമാണ്. നിങ്ങൾക്ക് ന്യായങ്ങളുണ്ടാകും. അള്ളാഹു നമ്മുടെയൊക്കെ നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.